എല്ലാവരും ആർക്ക് ഏത് ഏജില് ഇങ്ങനെ സൈക്കോഡെലിക് സാധനങ്ങൾ, അതായത് ഫ്രം ദ ആൽക്കഹോൾ ടു എനിത്തിങ്, ഇതെല്ലാം നമ്മുടെ ബ്രെയിനിനെയാ ബാധിക്കുന്നത്. എല്ലാവരും കരുതും കുടിച്ച് കുടിച്ച് കരള് പോയെന്ന് മാത്രമേ ആൾക്കാർ പറയാറുള്ളൂ. പക്ഷെ അത് ബ്രെയിനാണ് ചുരുങ്ങുന്നത്. നമ്മുടെ ശരിക്കും ഇതിന്റെ ഏറ്റവും ഇമ്പാക്റ്റ് കുടിയന്മാർക്ക് പോലും ആൽക്കഹോൾ വരുന്നത് ബ്രെയിനിനാണ്. ബ്രെയിന് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മള് ഇപ്പം ലിവർ ചുരുങ്ങുന്നതിന് മുമ്പേ തന്നെ ബ്രെയിനിനെ അതിന് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് പല പ്രോബ്ലംസ് ഉണ്ടാകും. അവർക്ക് ഈ നമ്മള് ആൽക്കഹോൾ കഴിച്ചു കഴിയുമ്പോഴാണല്ലോ പലരും പല തെറ്റായ ഡിസിഷനുകൾ എടുക്കുന്നത്. പല ഫൈനാൻഷ്യൽ അതുകൊണ്ടാണല്ലോ പലപ്പോഴും എല്ലാവരെയും കുടിപ്പിക്കുന്നത്. നമ്മളീ പല പാർട്ടികളിലും ഒക്കെ അല്ലെങ്കിൽ ഈ ബിസിനസ് മീറ്റിങ്ങിനും എല്ലാവരും ഇത് സെർവ് ചെയ്യുന്നത്, അതിൽ പലപ്പോഴും ഏറ്റവും കൂടിയ ബിസിനസ്സുകാരൻ ഇതൊന്നും തൊടൂല. അവരെല്ലാവർക്കും മേടിച്ചു കൊടുക്കും. പക്ഷെ അവര് തൊടില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവരവരുടെ ബ്രെയിൻ ഫങ്ഷൻ അത്ര ഇതാക്കി വെക്കുന്നവർക്ക് മാത്രമേ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആകാനും പറ്റുള്ളല്ലോ. അപ്പം മറ്റുള്ളവരെന്ത് എഴുതും? കിട്ടുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലെന്ന് കരുതി എടുത്ത് കഴിക്കും. അപ്പൊ അവർക്ക് ആ ഡിസിഷൻ മേക്കിങ്ങിൽ അവർ തെറ്റിപ്പോവും. അപ്പം ഈ കുടിയന്മാര് ബിസിനസ്സിലൊക്കെ പരാജയപ്പെടുന്നതിന് കാരണം അവരുടെ ആ കുടിച്ച് കാശ് പോകുന്നതല്ല. കുടിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതല്ല. പക്ഷെ അവരാ തെറ്റായ ഡിസിഷൻസ് എടുക്കും. അതൊരു കാര്യം. പിന്നെ രണ്ടാമത് അവരുടെ ഹെൽത്ത് പോവും. ബാക്കിയുള്ള എല്ലാ ലിവറിനെ മാത്രമല്ല, എല്ലാ അവയവങ്ങളെയും ഈ ആൽക്കഹോൾ മാത്രമല്ല, ഏത് നിക്കോട്ടിൻ ആയാലും കന്നാബിസ് ആയാലും കന്നാബിസിന്റെ അത്രയും അതിന് ഇങ്ങനെ ഓർഗൻ ഡാമേജ് അത്രയും വരുത്തുന്നതായിട്ട് പറയുന്നില്ല. മറ്റേത് നമുക്കറിയാലോ. പിന്നെ എം ഡി എം എയും LSD ഒക്കെ പോലെയുള്ളത് എം ഡി എം എ ഒക്കെ റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും, അവരുടെ ഭാഷയിൽ തന്നെ ഒരു ബ്രെയിനിന് ഹോള് വീഴുന്ന അത്ര സെല്ല് ഡാമേജ് ആണ് വരുന്നത്. കാരണം അത് ഭയങ്കര സ്റ്റിമുലന്റ് ആണല്ലോ. അപ്പൊ സ്റ്റിമുലന്റ് ആയി അങ്ങനെ കണ്ടിന്യൂസ് ഒരു വർക്കൊക്കെ ചെയ്ത് അതിനെ പറയുന്ന എക്ടസി ആ രീതിയിലൊക്കെ അല്ലേ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഓവറായിട്ട് ബ്രെയിൻ സ്റ്റിമുലേറ്റ് വന്നിട്ട് ഇപ്പൊ നമുക്കറിയാം ഈ നമ്മൾ ജിമ്മിലൊക്കെ പോയി ഓവർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസിൽ ഡാമേജ് ആണ് വരുന്നത്. എന്നിട്ടാണ് അത് റിപ്പയർ വരുന്നത്. അപ്പം ഡെയിലി മസിൽ ബിൽഡിങ്ങിന് വേണ്ടി ഡെയിലി വർക്കൗട്ട് ചെയ്യരുത്, ഒന്നിടവിട്ടുള്ള ദിവസം ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ മസിലിന് മസിൽ കയറുകയില്ല എന്നൊക്കെ നമുക്ക് ഈ ജിമ്മിലൊക്കെ പോകുന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഇതുപോലെ തന്നെ ഈ എക്ടസി ഒക്കെ പോലെയുള്ളത് അത് ബ്രെയിനിനെ അങ്ങ് ഓവർ ആക്ടിവേറ്റ് ചെയ്യും. അവരിങ്ങനെ ഫുള്ളി ഡാൻസും ഇതും എല്ലാം കഴിഞ്ഞ് അപ്പൊ അതോടുകൂടി പല നെർവ് സെൽസ് ഡാമേജ്ഡ് ആയി പോവുകയാണ് ചെയ്യുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.